ജങ്ക് ഫുഡുകൾ ക്യാൻസറിന് കാരണമാകുമോ എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഫാമിലി ഡോക്ടർ സംസാരിക്കുന്നത്. ഹെഡ് ആൻഡ് നെക്ക് ഓങ്കോളജി വിഭാഗത്തിലെ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ മോണി എബ്രഹാം കുര്യാക്കോസ് ഈ വിഷയത്തിൽ സംസാരിക്കൂ. കേൾക്കും. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS Lakeshore. എന്നോട് പല രോഗികളും അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സും ചോദിക്കാറുള്ള കാര്യമുണ്ട്, ഈ ജങ്ക് ഫുഡ്സ് ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, ഈ ബർഗർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓയിലി ആയിട്ടുള്ള ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ ഉണ്ടാകുമോ എന്നുള്ളത്. ആ ജങ്ക് ഫുഡ് കൊണ്ടല്ല ക്യാൻസർ ഉണ്ടാകുന്നത്. ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് കൂടും. കൊഴുപ്പ് കൂടുക എന്നുള്ളത് അത് വളരെ ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ക്യാൻസർ മാത്രമല്ല, ക്യാൻസറിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ കൊഴുപ്പ് കൂടി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻ്റെ ലെവൽ കൂടും. ഇൻഫ്ലമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ശരീരത്തിലുള്ള വൈറ്റ് സെൽസ് അങ്ങനത്തെ അല്ലെങ്കിൽ സൈറ്റോകൈൻസ് അങ്ങനത്തെ മാർക്കേഴ്സാണ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അത് കൂടിക്കഴിയുമ്പോഴത്തേക്കും അതുകൊണ്ട് തന്നെ ക്യാൻസറിന് ഒരു സെല്ലിനെ ഡിവൈഡ് ചെയ്യാനുള്ള ചാൻസും കൂടും. അങ്ങനെ കൂടിക്കഴിയുമ്പോഴത്തേക്കും ക്യാൻസറിൻ്റെ ഇൻസിഡൻസും കൂടും. ഏറ്റവും കൂടുതലായിട്ട് ഇത് കണക്റ്റഡ് ആയിട്ടുള്ളത് ബ്രസ്റ്റ് ക്യാൻസറാണ്, കോളൻ ക്യാൻസറിനൊക്കെയാണ്. അങ്ങനത്തെ ക്യാൻസറിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS Lakeshore. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.